ഈ ലോകത്തിലുള്ള 99% മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള അമ്മമാരിൽ പോലും വളരെ മോശമായ ക്രൂരയായ സ്ത്രീകൾ സ്വന്തം മക്കളെ പോലും ദ്രോഹിച്ച പല കേസുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരമ്മ തൻ്റെ 5 വയസ്സുള്ള മകൾക്ക് ചെയ്ത തെറ്റ് ഒരിക്കലും ക്ഷമിക്കാനാകാത്തത്, അതേസമയം നമ്മുടെ സങ്കല്പങ്ങൾക്ക് പോലും എത്താൻ കഴിയാത്തത്. ഇങ്ങനെയും ഒരു അമ്മയുണ്ടാകുമോ എന്നുള്ള വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന 2009 US നടന്ന വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ചെറിയ കുട്ടികളെ കുറിച്ചുള്ള കേസുകൾ ചെയ്യരുതെന്ന് ഒരുപാട് പേർ ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. യുഎസിലെ നോർത്ത് കരോളിന എന്ന സ്റ്റേറ്റിൽ ബ്രാഡ്ലി ആന്റോണിക് ദമ്പതികൾക്ക് ഷാനിയ എന്ന മകൾ ജനിച്ചു. ഈ ദമ്പതികളുടെ ജീവിതം കുറച്ച് വ്യത്യസ്തമാണ്. ഇവർ രണ്ടുപേർക്കും ഇത് 2ാം വിവാഹമാണ്. ആദ്യത്തെ വിവാഹത്തിൽ 2 പേർക്കും മക്കളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പോലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. ഒരു ഘട്ടത്തിൽ 2 പേർക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേർപിരിയാനും തീരുമാനിക്കുന്നു. ബ്രാഡ്ലി തന്റെ ആദ്യത്തെ ഭാര്യയിൽ ജനിച്ച മക്കളുമായി മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു. ആന്റോണറ്റ് തന്റെ ആദ്യ ഭർത്താവിൽ ജനിച്ച മക്കളുമായി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും ജനിച്ച ഷാനിയ എന്ന മകളെ ആര് നോക്കുമെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ബ്രാഡ്ലി പറഞ്ഞത്, നിനക്ക് സാമ്പത്തികമായി ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ സമ്പാദിക്കുന്നുണ്ട്, ഞാൻ തന്നെ കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞ് ഷാനിയെ അയാളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവളെ നന്നായി നോക്കുകയും ചെയ്തു. തന്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മക്കളുമായി ഷാനിയ വളരെ നന്നായി തന്നെ കൂട്ടുകൂടുകയും ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷാനിയ തന്റെ അമ്മയെ കാണാനായി അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ പല വർഷങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പോകുന്നു. ഇപ്പോൾ ഷാനിയയ്ക്ക് 5 വയസ്സായി. ആന്റോണറ്റ് ഇപ്പോൾ ബ്രാഡ്ലിയോട് വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ വളരെ മിസ് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ ഒരുപാട് മാറി, സമ്പാദിക്കുന്നുണ്ട്, കുറച്ച് ദിവസം കുഞ്ഞിനെ ഒന്ന് എൻ്റെ കൂടെ അയക്കാമോ, എനിക്കത് വളരെ സന്തോഷമാകും എന്ന് പറഞ്ഞു. ബ്രാഡ്ലി ഇപ്പോൾ അല്പം ഒന്ന് ചിന്തിച്ചു. എന്നാൽ ആന്റോണറ്റ് ഇപ്പോൾ പഴയതുപോലെ അല്ലാത്തത് കൊണ്ട്, ശരി, നിനക്ക് 1-2 മാസം സമയം തരാം, കുഞ്ഞിനെ നീ നന്നായി നോക്കിക്കോ, ഒരു പക്ഷേ നീ നന്നായി നോക്കുകയാണെങ്കിൽ ഇനി അധികം ദിവസം നിനക്ക് അവളെ നോക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ അവളെ തിരികെ വിളിച്ചു കൊണ്ടുപോകും എന്നുള്ള നിബന്ധനയോടുകൂടി ഷാനിയയെ അവളുടെ അമ്മയുടെ കൂടെ തന്നെ പറഞ്ഞയച്ചു. ഇതാണ് അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആന്റോണറ്റ് തന്റെ സഹോദരി ബ്രെൻഡയുമായാണ് താമസിക്കുന്നത്. ആന്റോണറ്റ്, അവളുടെ ആദ്യ ഭർത്താവിൽ ജനിച്ച മക്കൾ ഷാനിയ, ബ്രെൻഡ, അവളുടെ കാമുകൻ എല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതൊരു ചെറിയ വീടാണ്. 2 ബെഡ്റൂം ഉണ്ട്. ഒന്നിൽ ബ്രെൻഡയും കാമുകനും താമസിക്കുന്നു, മറ്റൊന്നിൽ ആന്റോണറ്റും അവരുടെ മക്കളും താമസിക്കുന്നു. ആ ചെറിയ വീട്ടിൽ തന്റെ സഹോദരിയുമായി വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ആന്റോണറ്റ് ജീവിക്കുന്നത്. ഇങ്ങനെ 2009 വർഷം ആന്റോണറ്റ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് തൻ്റെ മകളെ കാണാനില്ല എന്ന് പറയുന്നു. പോലീസും അടുത്ത 10 മിനിറ്റിൽ അവിടെ എത്തുകയും ഷാനിയെ അന്വേഷിക്കാനും തുടങ്ങി. ആന്റോണറ്റിനോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ, രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ടാകും, ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയി, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ല, വീടിന് അകത്തും പുറത്തുമായി എല്ലാ സ്ഥലത്തും തിരഞ്ഞു, അയൽവാസികളോടും ചോദിച്ചു, എന്നാൽ എവിടെ തിരഞ്ഞിട്ടും കുഞ്ഞിനെ കണ്ടെത്താനായില്ല എന്ന് വളരെ ഭയത്തോടു കൂടി പറഞ്ഞു. ഇത് കേട്ട പോലീസും ശരി, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഷാനിയെ അന്വേഷിക്കാൻ തുടങ്ങി. കൂടാതെ പോലീസ് അയൽവാസികളോടും ചോദ്യം ചെയ്തു. യാതൊരു തെളിവും ലഭിച്ചില്ല. ഈ സമയം US-ൽ കുഞ്ഞുങ്ങളെ കാണാതായാൽ ആംബർ അലേർട്ട് എന്ന ഒരു അനൗൺസ്മെന്റ് കൊടുക്കും. ഈ ആംബർ അലേർട്ടിനെ കുറിച്ച് നമ്മുടെ പല വീഡിയോസിൽ നമ്മൾ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അലേർട്ടും പോലീസ് കൊടുത്തു. കൂടാതെ ടെലിവിഷൻ, ന്യൂസ് പേപ്പർ എല്ലാ സ്ഥലത്തും ഷാനിയുടെ ചിത്രം കൊടുക്കുകയും ഈ 5 വയസ്സുള്ള കുഞ്ഞിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും പറഞ്ഞു. ഇങ്ങനെ പരസ്യം കൊടുത്ത അടുത്ത ചില മണിക്കൂറിനുള്ളിൽ ആ ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും പോലീസിനൊരു കോൾ വന്നു. ഈ കുഞ്ഞിനെ ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ കണ്ടു എന്ന് ആ ഹോട്ടൽ മാനേജർ പറഞ്ഞു. ഒരാൾ ഈ കുഞ്ഞുമായി ഞങ്ങളുടെ ഹോട്ടൽ വന്ന് താമസിച്ചു, ഇത് എൻ്റെ മകളാണ്, ഞങ്ങൾ എൻ്റെ ഭാര്യയെ കാണാനായി പോവുകയാണ്, രാത്രി ആയതുകൊണ്ട് ഈ ഹോട്ടൽ വന്ന് താമസിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. പോലീസും ആ ഹോട്ടലെത്തുകയും ഉടൻ തന്നെ അവിടെയുള്ള CCTV ഫുട്ടേജ് എല്ലാം ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാത്രി ഒരാൾ ഷാനിയെ കൊണ്ട് ഹോട്ടലിലേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്യുന്നു. 2 പേരും നടന്നാണ് ഹോട്ടലിനുള്ളിലേക്ക് വന്നത്. രാവിലെ ഏകദേശം 8 മണിയോടുകൂടി അയാൾ മാത്രം ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ആഹാരം കഴിക്കാനായി വരുന്നു. കഴിച്ച് അവസാനിച്ച് തിരികെ പോകുമ്പോൾ കേക്കും പഴങ്ങളുമായി ആ മുറിക്കുള്ളിലേക്ക് പോകുന്നു. എന്നാൽ ആഹാരം കഴിക്കാൻ വരുന്ന സമയത്ത് അയാളുടെ കൂടെ ഷാനി ഇല്ലായിരുന്നു. അയാൾ മുറിയിലേക്ക് പോയി ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ഷാനിയെ തൻ്റെ കൈകളിൽ തൂക്കിക്കൊണ്ടുവരുന്നു. ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചയും CCTVയിൽ പതിഞ്ഞിരുന്നു. അങ്ങനെ റിസപ്ഷനിലേക്ക് വന്ന അയാൾ കാറിൻ്റെ പാസഞ്ചർ സീറ്റിൽ ഷാനിയെ ഇരുത്തുന്നു.
തിരികെ റിസപ്ഷനിലേക്ക് വരികയും ഞാൻ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ കാണാനായി പോവുകയാണെന്ന് പറഞ്ഞ് അയാളും കാറിൽ കയറി പോകുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. കൂടാതെ ഇയാളെ നേരിട്ട് കണ്ട സാക്ഷികളും ഉണ്ടായിരുന്നു. CCTVയിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ഉപയോഗിച്ചും ഷാനിയെ കൊണ്ടുപോയ അയാൾ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ആ ഹോട്ടലുണ്ടായിരുന്നവർ പറഞ്ഞതനുസരിച്ചും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. അയാൾ 29 വയസ്സുള്ള മാരിയോ മാക്നീൽ. ഇയാൾ കാണാതായ ഷാനിയയുടെ കുടുംബവുമായി വളരെ പരിചയമുള്ള ഒരാളാണ്. അതായത് ഷാനിയയുടെ അമ്മയുടെ സഹോദരി ബ്രെൻഡയുടെ പഴയ കാമുകനാണ്. ഇയാൾക്ക് അവരുടെ കുടുംബത്തെ നന്നായി അറിയാം. ആ കുടുംബത്തിൽ എത്ര പേരുണ്ട്, എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു അനുവാദവും ഇയാൾക്കുണ്ട്. ആ കുടുംബത്തിന് ഇത്രയും പരിചയമുള്ള ഒരാൾ ഷാനിയെ തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് അവൾ തീർച്ചയായും ജീവനോടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മാരിയോ പറഞ്ഞത്, ഷാനിയെ ഞാൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്, എന്നാൽ അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ആരെന്നറിയാത്ത ഒരു ഗ്രൂപ്പ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി, ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്നും പറഞ്ഞു. ആ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ചു. അതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു. അവർ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്നവൻ പറഞ്ഞു. എന്നാൽ പോലീസ് അവൻ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പല മണിക്കൂർ അവന് ആഹാരമോ വെള്ളമോ കൊടുക്കാതെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനമാണ് പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും അവൻ പറയാൻ തുടങ്ങിയത്. സംഭവം നടന്ന അന്നത്തെ ദിവസം അവനൊരു പെണ്ണിനെ ആവശ്യമായിരുന്നു. അവൻ്റെ ശാരീരികമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവനൊരു പെണ്ണിനെ തിരയുകയായിരുന്നു. അങ്ങനെ തിരയുന്ന സമയത്ത് അവന് പരിചയമുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് അവൻ മെസ്സേജ് അയച്ച് ചോദിച്ചു. ആരും സമ്മതിച്ചില്ല. അവസാനം ബ്രെൻഡ എന്ന അവൻ്റെ പഴയ കാമുകിയെ ഓർമ്മ വന്നു. അവൾക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ അതിനവൾ റിപ്ലൈ കൊടുത്തില്ല. കാരണം അവൾക്കിപ്പോൾ മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇങ്ങനെ പല പെൺകുട്ടികളെ വിളിച്ച് ഒന്നും ശരിയാകാത്തത് കൊണ്ട് വീണ്ടും താൻ പ്രണയിച്ച ബ്രെൻഡയെ തന്നെ വിളിക്കുന്നു. പക്ഷെ അവളുടെ ഫോൺ ആ സമയം സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതവന് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്താൽ എനിക്ക് നിന്റെ വീട് അറിയില്ല എന്നാണോ നീ കരുതിയത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് തന്നെ വരാമെന്ന് ചിന്തിച്ച് നേരെ ബ്രെൻഡയുടെ വീട്ടിലേക്ക് പോകുന്നു. വീടിനകത്തേക്ക് കയറി. എന്നാൽ അതേ വീട്ടിലാണ് ബ്രെൻഡയുടെ ചേച്ചിയായ ആന്റോണറ്റും അവരുടെ മക്കളും ഉള്ളത്. ഇയാൾ ഇത്രയും പറഞ്ഞത് വെച്ചുകൊണ്ട് പോലീസിന്റെ തിയറി, ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ 5 വയസ്സുള്ള കുഞ്ഞ് ഷാനിയ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിനെ വേണമെന്നുള്ള നിർബന്ധത്തിലായിരുന്ന മാരിയോ ആ 5 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുകയും അവളെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും എന്നാണ് കരുതിയത്. അങ്ങനെ മാരിയോയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ അവൻ പറഞ്ഞ കാര്യങ്ങൾ ആ പോലീസുകാരെ മാത്രമല്ല, അമേരിക്കയെ മുഴുവനും ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു. മാരിയോ പറഞ്ഞത്, ഞാൻ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതല്ല, അവളുടെ അമ്മയായ ആന്റോണറ്റ് തന്നെയാണ് അവളെ എൻ്റെ കൂടെ പറഞ്ഞയച്ചത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ഒരമ്മ എങ്ങനെയാണ് തൻ്റെ 5 വയസ്സ് മാത്രമുള്ള ഒരു മകളെ ഒരു കാമഭ്രാന്തൻ്റെ കൂടെ പറഞ്ഞയക്കുക? ഇങ്ങനെയായിരുന്നു പോലീസുകാർ ആദ്യം ചിന്തിച്ചത്. എന്നാൽ മാരിയോ പറഞ്ഞ മറുപടി, ആന്റോണറ്റ് ഭർത്താവുമായി വേർപിരിഞ്ഞ് കിടക്കാൻ വീടോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാത്ത സമയത്ത് അവൻ്റെ കയ്യിൽ നിന്നും $200 കടം വാങ്ങിയിരുന്നു. അതവൻ പല സമയത്തും തിരികെ ചോദിച്ചു. പക്ഷെ ആന്റോണറ്റ് അത് കൊടുത്തില്ല. ഈ സമയം ആന്റോണറ്റിനോട് 2 കാര്യങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞത്. ഒന്നുകിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകുക, അല്ലെങ്കിൽ ശാരീരികമായ ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റണമെന്ന് പറഞ്ഞു. സംഭവം നടന്ന അന്നത്തെ ദിവസം എനിക്കൊരു പെണ്ണിനെ ആവശ്യമായിരുന്നു. ഞാൻ എൻ്റെ പഴയ കാമുകിയെ കാണാൻ ആ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ അവിടെ ആന്റോണറ്റിനെ കണ്ട ഞാൻ സർപ്രൈസായി. അവളുടെ 5 വയസ്സുള്ള മകൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനും ആന്റോണറ്റും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കൊടുത്ത പണം തിരികെ ചോദിച്ചു. എന്നാൽ തൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്നവൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ നിൻ്റെ മകളെ എൻ്റെ കൂടെ പറഞ്ഞേക്ക് എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം അവളൊന്ന് ചിന്തിച്ചു. പക്ഷെ അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ശാരീരികമായ എൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനായി ഷാനിയെ എൻ്റെ കൂടെ പറഞ്ഞയച്ചത് അവളുടെ അമ്മയായ ആന്റോണറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും ഇത് വലിയ ഞെട്ടലുണ്ടാക്കിയെന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണോ എന്ന് പോലും സംശയിച്ചു. ഏതെങ്കിലും ഒരമ്മ താൻ വാങ്ങിയ ചെറിയ പണത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ ഇങ്ങനൊരു മോശമായ വ്യക്തിയുടെ കയ്യിൽ പറഞ്ഞേക്കുമോ എന്ന് അവർ സംശയിച്ചു. ഈ സമയത്ത് ആന്റോണറ്റിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് മാരിയോ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം സത്യമാണെന്ന് അവളും പറഞ്ഞു. അതെ, അവൻ്റെ കയ്യിൽ നിന്നും ഞാൻ പണം കടം വാങ്ങിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒന്നുകിൽ നിന്റെ കുഞ്ഞിനെ താ, അല്ലെങ്കിൽ പണം താ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു, അതുകൊണ്ട് കുഞ്ഞിനെ കൊടുത്തുവെന്ന് വളരെ നിസ്സാരമായി പറഞ്ഞു. ഇത് കേട്ട് നിന്നവർക്ക് പോലും തല കറങ്ങിപ്പോയി. ഇപ്പോൾ പോലീസുകാരും ശരി ഇതെല്ലാം സംഭവിച്ചു, ഇപ്പോൾ ഷാനിയ എവിടെ എന്ന് ചോദിച്ചു. ഈ സമയത്താണ് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടാകുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്നും അവൻ ഷാനിയെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ആൾ സഞ്ചാരമില്ലാത്തൊരു പ്രദേശത്ത് വലിച്ചെറിയുകയും ചെയ്തു. അവൻ എവിടെയാണോ കുഞ്ഞിൻ്റെ ശരീരം എറിഞ്ഞത് അവിടെ ചെന്ന് പോലീസ് അന്വേഷിക്കുകയും കുഞ്ഞിൻ്റെ ശരീരം കണ്ടെത്തുകയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തപ്പോൾ
അവളുടെ ശരീരത്തിൽ എവിടെ നോക്കിയാലും മുറിവുകളായിരുന്നു. സ്വകാര്യ ഭാഗം മുഴുവനും ഡാമേജ് ആയിട്ടുണ്ട്. മുഖത്ത് മുറിവുണ്ട്. മാരിയോ എന്ന കാമഭ്രാന്തൻ ആ ചെറിയ കുഞ്ഞിനോട് പല തവണ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ആ ഹോട്ടൽ മുറിയിലേക്ക് പോയ ആ സമയം മുതൽ പുറത്തേക്ക് വരുന്നതുവരെയും ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്തെത്തി വീണ്ടും ആ കുഞ്ഞിനോട് മോശമായി പെരുമാറുകയും അവസാനം ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞിനോട് തെറ്റായി പെരുമാറി കൊന്ന കുറ്റത്തിനും $200 വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ തന്നെ ഒരു മോശമായ മൃഗത്തിൻ്റെ കൂടെ പറഞ്ഞയച്ച ആന്റോണറ്റിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാനിയയുടെ ശരീരത്തിലും അവളെ വലിച്ചെറിഞ്ഞ സ്ഥലത്തും മാരിയോയ്ക്കെതിരായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ കോടതിയിൽ അവന് മരണശിക്ഷ കൊടുത്തു. അമ്മയെ ആന്റോണറ്റ് ട്രയൽ നടക്കുന്ന സമയത്ത് അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞു. ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്തു. ആദ്യ വിവാഹത്തിൽ അവൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളെയും ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെയും അവളിൽ നിന്ന് അകറ്റി 17 വർഷത്തെ തടവ് ശിക്ഷ കൊടുത്തു. ഈ കേസിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒരമ്മ $200 വേണ്ടി തൻ്റെ കുഞ്ഞിനെ ഒരു ക്രൂരമായ മനുഷ്യന് വിറ്റു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കുഞ്ഞിനെ കൊടുത്തയച്ചു എന്നത് മാത്രമല്ല, പോലീസിനെ വിളിച്ച് തൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള ഒരു നാടകവും കളിച്ചു. പോലീസ് എങ്ങനെയും തന്നെ കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും പോലീസിനെ വിളിച്ച് തന്നെ നാടകം കളിച്ചത് അത്ഭുതം തന്നെ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു അമ്മ ആവശ്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ക്രൂരയായ അമ്മമാർക്കൊന്നും കുഞ്ഞുങ്ങളെ ആവശ്യമില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക. മികച്ച കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.